ഗുഡ് മോർണിംഗ്. ഇന്ന് മുതൽ നമ്മൾ 12ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 12ാമത്തെ ചാപ്റ്റർ US ഹെഗ്മണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. US ഹെഗ്മണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്, ലോക രാഷ്ട്രീയത്തിലെ അമേരിക്കൻ നെടുനായകത്വം അല്ലെങ്കിൽ അമേരിക്കൻ ആധിപത്യം എന്നതാണ് 12ാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ശീതസമരം അവസാനിക്കുകയും അതിനുശേഷം ലോക രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചുമാണ് ഈ 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ശീതസമരം അവസാനിച്ച ശേഷം ലോക രാഷ്ട്രീയത്തിലെ വൻ ശക്തിയായി അമേരിക്ക മാറി. അമേരിക്കയുടെ ആധിപത്യത്തെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്നത്. അതുകൊണ്ട് തന്നെ ഇത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ലോകരാഷ്ട്രങ്ങളെ തന്നെ അമ്പരപ്പിക്കുകയാണ് ഉണ്ടായത്. ലോകത്തിലെ രണ്ട് വൻ ശക്തികളിൽ ഒന്ന് ഇല്ലാതായപ്പോൾ അടുത്തത്, അതായത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോൾ അമേരിക്ക ഉഗ്രപ്രതാപിയായി രംഗത്തേക്ക് വന്നു. അതിനാൽ അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് സോവിയറ്റ് ശക്തി അപ്രത്യക്ഷമായ 1990കളിൽ അമേരിക്കൻ മേധാവിത്വം 10 മടങ്ങ് ശക്തിയായി. അമേരിക്കൻ ആധിപത്യം ആരംഭിച്ചത് 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിലായിരുന്നു. 1991 ആരംഭിച്ച ആഗോളവൽക്കരണമാണ് അമേരിക്കൻ ആധിപത്യത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടിയത്. ഇനി ഈ അമേരിക്കൻ ആധിപത്യത്തിന്റെ ആ ഒരു സഞ്ചാര വീതി എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. 1990 ഓഗസ്റ്റില് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. അങ്ങനെ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കുവൈറ്റിന്റെ ഭാഗമാക്കുകയും ചെയ്തു. സായുധ ബലപ്രയോഗം ശരിയല്ല എന്ന് പലപ്പോഴും ഇറാഖിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് യാതൊരു ഫലവും ഇല്ലാതെയാണ് വന്നത്. അപ്പൊ അതിന് ഫലമൊന്നും ഇല്ലാതെ വന്നപ്പോൾ കുവൈറ്റിനെ ബലം പ്രയോഗിച്ച് തന്നെ മോചിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സമിതി ആഹ്വാനം ചെയ്തു. ശീതസമര കാലത്ത് ഒന്നും ചെയ്യാതെ കഴിഞ്ഞിരുന്ന ഐക്യരാഷ്ട്ര സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത് നാടകീയമായ ഒരു തീരുമാനമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് W. ബുഷ് പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 34 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 6,60,000 ഭടന്മാരടങ്ങിയ സംയുക്ത സേന ഇറാഖിനെ ആക്രമിച്ച് കീഴടക്കി. ഒന്നാം ഗൾഫ് യുദ്ധം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്നാം ഗൾഫ് യുദ്ധം, ഫസ്റ്റ് ഗൾഫ് വാർ, 1991 ഫസ്റ്റ് ഗൾഫ് വാർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിലുള്ള ഈ ഐക്യരാഷ്ട്ര നടപടി വാസ്തവത്തിൽ അമേരിക്കൻ ആക്രമണമായിരുന്നു. സംയുക്ത സേനയിലെ ഭടന്മാരിൽ ഏതാണ്ട് 75% അമേരിക്കയിലുള്ളവരായിരുന്നു. ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ യുദ്ധങ്ങളുടെ എല്ലാം മാതാവായി ഈ യുദ്ധത്തെ വിശേഷിപ്പിച്ചു. എങ്കിലും ഇറാഖി സേന പെട്ടെന്ന് തന്നെ കുവൈറ്റിൽ നിന്ന് പിന്മാറി. ഒന്നാം ഗൾഫ് യുദ്ധത്തിന് പല സവിശേഷതകളും ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈനിക ശേഷിക്കും മറ്റ് രാജ്യങ്ങളുടെ സൈനിക ശേഷിക്കും ഇടയിലുള്ള സാങ്കേതിക മികവ് തുറന്നു കാട്ടുന്ന ഒന്നായിരുന്നു ഒന്നാം ഗൾഫ് യുദ്ധം. അമേരിക്കൻ സൈനിക ശേഷിക്കും മറ്റ് രാജ്യങ്ങളുടെ സൈനിക ശേഷിക്കും ഇടയിലുള്ള സാങ്കേതിക മികവ് തുറന്നു കാട്ടിയ യുദ്ധമായിരുന്നു ഫസ്റ്റ് ഗൾഫ് വാർ. ഈ യുദ്ധത്തിലെ സംഹാരശേഷിയുള്ള അമേരിക്കയുടെ കുപ്രസിദ്ധമായ സ്മാർട്ട് ബോംബുകൾ വ്യാപകമായ തോതിൽ ഇറാഖിന്റെ മേൽ വർഷിക്കുകയുണ്ടായി. ഈ ഒരു യുദ്ധം അത്യന്തം ടെലിവിഷനിൽ കാണാൻ ആ ഒരു സമയത്ത് തന്നെ ടെലിവിഷനിൽ കാണാൻ കഴിഞ്ഞതിനാൽ കമ്പ്യൂട്ടർ യുദ്ധമെന്നും വീഡിയോ ഗെയിം യുദ്ധമെന്നെല്ലാം ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തന്നെ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ടെലിവിഷനിലൂടെ കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കമ്പ്യൂട്ടർ യുദ്ധം അഥവാ വീഡിയോ ഗെയിം യുദ്ധം എന്നൊക്കെ പറയുന്നത്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇറാഖി സേനയെ തുരത്തുന്നത് ടെലിവിഷനിലൂടെ കണ്ടു. ഈ യുദ്ധം കൊണ്ട് അമേരിക്ക സാമ്പത്തിക ലാഭം ഉണ്ടാക്കി. യുദ്ധത്തിനു വേണ്ടി അമേരിക്കയ്ക്ക് ചെലവാക്കേണ്ടി വന്നതിന് ഏറെ പണം ജർമ്മനി, ജപ്പാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ വിജയിച്ചുവെങ്കിലും 1992 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബുഷ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ക്ലിന്റൺ ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. വിദേശനയ കാര്യങ്ങളെക്കാൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ക്ലിന്റന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായിരുന്നത്. 1996 തെരഞ്ഞെടുപ്പിലും ക്ലിന്റൺ വിജയിച്ചു. അങ്ങനെ 8 കൊല്ലത്തോളം അദ്ദേഹം അധികാരത്തിലിരുന്നു.
ക്ലിന്റന്റെ ഭരണകാലത്ത് അമേരിക്ക അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഉൾവലിഞ്ഞു എന്ന് പലരും ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ലോകകാര്യങ്ങളിൽ അമേരിക്ക ആ കാലത്ത് വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. വിദേശകാര്യങ്ങളിൽ ജനാധിപത്യ പരിപാലനം, കാലാവസ്ഥാ മാറ്റം, ലോകവ്യാപാരം തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിരുന്നു ക്ലിന്റന്റെ ഗവൺമെന്റ് ശ്രദ്ധിച്ചിരുന്നത്. സൈനിക ശക്തി, സുരക്ഷിതത്വം തുടങ്ങിയ കടുത്ത രാഷ്ട്രീയത്തിൽ ക്ലിന്റൺ അത്ര തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ക്ലിന്റന്റെ ഭരണകാലത്ത് പോലും അമേരിക്കൻ സൈന്യത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് 1999 ഉണ്ടായതാണ്. യുഗോസ്ലാവിയയിലെ കൊസോവോ സംസ്ഥാനത്തിലെ ജനങ്ങളിൽ അധികവും അന്ന് അൽബേനിയക്കാരായിരുന്നു. അവർക്കെതിരെ യുഗോസ്ലാവിയയിലുള്ളവര് നടപടിയെടുത്തപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ വ്യോമസേനകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 മാസത്തിലധികം കാലം ബോംബ് വർഷിച്ചു. അങ്ങനെ യുഗോസ്ലാവിയയിലെ സ്ലോബോദൻ മിലോസേവിക്കിന്റെ ഗവൺമെന്റിനെ പടിയിറക്കുകയും ചെയ്തു. തുടർന്ന് കൊസോവോയിൽ നാറ്റോ സൈന്യം നിലയുറപ്പിച്ചു. ക്ലിന്റൺ ഭരണകാലത്ത് തന്നെ മറ്റൊരു പ്രധാന സൈനിക നടപടി ഉണ്ടായിരുന്നു. അത് അൽഖ്വയ്ദ തീവ്രവാദികൾക്കെതിരെയായിരുന്നു. കെനിയയുടെ തലസ്ഥാനമായിരുന്ന നെയ്റോബിയയിലും അതേപോലെ തന്നെ താൻസാനിയയുടെ തലസ്ഥാനമായിരുന്ന ദാരെ സലാമിലുമായിരുന്നു അമേരിക്കൻ എംബസിയുടെ നേരെ 1998 ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഭീകര സംഘടനയായിരുന്ന അൽഖ്വയ്ദക്കാരാണെന്ന് കരുതപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന പേരിലുള്ള സൈനിക നടപടിക്ക് ക്ലിന്റൺ ഉത്തരവിട്ടു. ആ പേരൊന്ന് ഓർത്തു വെക്കണം, ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നുള്ള ആ സൈനിക നടപടി അൽഖ്വയ്ദ തീവ്രവാദിക്കെതിരെയായിരുന്നു. സുഡാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന അൽഖ്വയ്ദ താവളങ്ങൾക്ക് നേരെ ക്രൂയിസ് മിസൈൽ പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്ര സമിതിയുടെ അനുമതി തേടാനൊന്നും അമേരിക്ക അന്ന് മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെയും അമേരിക്ക കാറ്റിൽ പറത്തുകയുണ്ടായത്. അമേരിക്കയുടെ ഭീകരപ്രവർത്തനങ്ങൾക്കിരയായവയിൽ ചിലത് ഭീകരപ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സിവിലിയൻ സ്ഥാപനങ്ങളായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഭീകര സംഘടനകൾ അമേരിക്കയ്ക്കെതിരെ നിലകൊണ്ടു. അമേരിക്കയെ പാത്തും പതുങ്ങിയും ആക്രമിക്കാനുള്ള ഗൂഢാലോചനകൾ അവർ നടത്തിപ്പോന്നു. ഇതിന്റെ പരിണിതഫലമായിരുന്നു 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഉണ്ടായ ഭീകരാക്രമണങ്ങൾ. 2001 സെപ്റ്റംബർ 11 വിവിധ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള 19 പേര് 4 അമേരിക്കൻ വാണിജ്യ വിമാനങ്ങൾ റാഞ്ചിയെടുക്കുകയും അത് അമേരിക്കയുടെ സുപ്രധാന സൗധങ്ങളിൽ കൊണ്ടുപോയി ഇടിക്കുകയും ചെയ്തു. ഇവയിൽ 2 വിമാനങ്ങൾ ന്യൂയോർക്കിലെ ലോകവ്യാപാര കേന്ദ്രത്തിന്റെ തെക്കും വടക്കുമുള്ള ടവറുകളിൽ കൊണ്ടുപോയി ഇടിപ്പിക്കുകയും അത് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. മൂന്നാമത്തേത് വിർജീനിയയിലെ ആർലിംഗ്ടണിലുള്ള അമേരിക്കൻ പ്രതിരോധ കാര്യാലയത്തിന്റെ ആസ്ഥാന മന്ദിരമായിരുന്ന പെന്റഗണിലാണ് ഇടിച്ചു കയറ്റിയത്. ലക്ഷ്യം അല്പമൊന്ന് പാളിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. 4ാമത്തെ വിമാനം US കോൺഗ്രസ് ആസ്ഥാനമായ ക്യാപിറ്റോൾ തകർക്കുന്നതിന് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പക്ഷെ അത് പെൻസിൽവാനിയയിലെ ഒരു വയലിലാണ് പതിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 വിമാനങ്ങൾ, 4 അമേരിക്കൻ വാണിജ്യ വിമാനങ്ങളാണ് റാഞ്ചിയെടുത്തത്. അതിൽ ആദ്യത്തെ 2 വിമാനങ്ങൾ ന്യൂയോർക്കിലെ ലോകവ്യാപാര കേന്ദ്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ടവറിലും വടക്ക് ഭാഗത്തുള്ള ടവറിലും കൊണ്ടുപോയി ഇടിച്ചു. അത് തകർന്ന് തരിപ്പണമായി. 3ാമത്തെ വിമാനം വിർജീനിയയിലെ അമേരിക്കൻ പ്രതിരോധ കാര്യാലയത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിലാണ് ഇടിച്ചത്. പക്ഷെ അതിലൊരു ചെറിയ പാളിച്ച വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. 4ാമത്തെ വിമാനം US കോൺഗ്രസിന്റെ ആസ്ഥാനമായിരുന്ന ക്യാപിറ്റോളിൽ തകർക്കണമെന്നാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷെ അത് പെൻസിൽവാനിയയിലെ ഒരു വയലിലായിരുന്നു പതിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണങ്ങൾ അമേരിക്കയിൽ 9/11 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 9 എന്നത് സെപ്റ്റംബറിനെ കാണിക്കാനാണ് 11 ഡേറ്റ്. സെപ്റ്റംബർ 11 എന്ന അർത്ഥത്തിലാണ് 9/11 എന്ന് അറിയപ്പെടുന്നത് ഈ ആക്രമണങ്ങൾ. ഈ 4 വിമാനങ്ങൾ റാഞ്ചിയെടുത്ത് അമേരിക്കയുടെ സൗധങ്ങളിൽ കൊണ്ടുപോയി ഇടിച്ച ഈ ഒരു ഭീകരാക്രമണത്തെയാണ് 9/11 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഭീകരാക്രമണത്തിൽ 3000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. 1814 ബ്രിട്ടീഷുകാർ വാഷിംഗ്ടൺ DC-യിൽ ആക്രമിച്ച പോലെ തന്നെയായിരുന്നു അമേരിക്കയെ ആകെ നടുക്കി കളഞ്ഞ ഈ ഒരു സംഭവം.
1776 അമേരിക്ക നിലവിൽ വന്ന ശേഷം അമേരിക്കൻ മണ്ണിലുണ്ടായ ഏറ്റവും കനത്ത ആൾനാശമായിരുന്നു ഇത്. ഇതോടുകൂടി ഏറ്റവും സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്കക്കാർക്ക് ആ ഒരു വിശ്വാസം നഷ്ടമായി. അവര് പരിഭ്രാന്തരാകാനും തുടങ്ങി. 9/11 എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു ഭീകരാക്രമണം അമേരിക്കയില് അതിരൂക്ഷമായ പ്രതികരണമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന ബുഷിന്റെ മകൻ ജോർജ് ഡബ്ല്യു ബുഷ് ഇതിനകം അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞിരുന്നു. ക്ലിന്റനെ പോലെയുള്ള ഒരു മൃദുല സ്വഭാവമായിരുന്നില്ല ബുഷിനുണ്ടായിരുന്നത്. അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തും ചെയ്യാൻ അന്ന് ബുഷ് തയ്യാറായിരുന്നു. ഭീകരതയ്ക്കെതിരെ ആഗോള യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിലുള്ള ഒരു സൈനിക നടപടി ആരംഭിച്ചു. അമേരിക്കക്കെതിരെ നടന്ന ആക്രമണത്തിന് പിന്നിലുള്ളവരെന്ന് സംശയിക്കുന്നവർക്കെല്ലാം അമേരിക്കൻ പ്രഹരമേറ്റു. അഫ്ഗാനിസ്ഥാനിലെ അൽഖ്വയ്ദയും താലിബാനുമായിരുന്നു ഇതിൽ പ്രധാനം. ഇതിന്റെ പേരിൽ പല തവണ അഫ്ഗാനിസ്ഥാനെ അമേരിക്ക ആക്രമിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെ അട്ടിമറിച്ചു. പക്ഷേ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ പിന്നെയും സാധിച്ചില്ല. പകരം നൽകേണ്ടി വന്നത് 10,000-കണക്കിന് സാധാരണക്കാരുടെ ജീവനായിരുന്നു. അൽഖ്വയ്ദ ഭീകര നേതാവ് ബിൻ ലാദൻ അടക്കമുള്ളവരുടെ താവളം പാകിസ്ഥാനിലെ അബട്ടാബാദ് ആണെന്നറിഞ്ഞ് അവിടെ ആക്രമിച്ച് ബിൻ ലാദനെ വധിച്ചു. ഭീകരവാദത്തിന്റെ പേരിൽ അമേരിക്കക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു കയറുകയും അറസ്റ്റുകൾ നടത്തുകയും ചെയ്തു. പലപ്പോഴും തദ്ദേശീയ ഗവൺമെന്റിനെ അറിയിക്കുക പോലും ചെയ്യാതെയായിരുന്നു ഈ അറസ്റ്റുകളെല്ലാം തന്നെ നടന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോയി രഹസ്യമായി തടങ്കലിലിട്ട് മൃഗീയമായി പീഡിപ്പിച്ചു. ചിലരെ ക്യൂബയിലുള്ള അമേരിക്കൻ നാവിക താവളമായ ഗൊണ്ടാനോവയിൽ കൊണ്ടുവന്നു. ഇവിടെ പാർപ്പിക്കപ്പെട്ടവർക്ക് അന്താരാഷ്ട്ര നിയമത്തിന്റെയോ സ്വദേശ നിയമത്തിന്റെയോ അല്ലെങ്കിൽ അമേരിക്കൻ നിയമങ്ങളുടെയോ ഒന്നും തന്നെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐക്യരാഷ്ട്ര സമിതിയുടെ പ്രതിനിധികൾക്ക് പോലും ഈ തടവുകാരെ കാണാൻ അനുമതിയുണ്ടായിരുന്നില്ല. 2003 മാർച്ച് 19 അമേരിക്ക ഇറാഖിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഓപ്പറേഷൻ ഇറാഖ് ഫ്രീഡം എന്നാണ് ഈ ആക്രമണത്തിന് പേരിട്ടത്. ഓപ്പറേഷൻ ഇറാഖ് ഫ്രീഡം. ഇറാഖിനെതിരെ ആക്രമണം നടത്താൻ ഐക്യരാഷ്ട്ര സമിതി അനുമതി നൽകിയിരുന്നില്ല. അതിനാൽ അമേരിക്കൻ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നിരുന്നത്. ഇഷ്ടമുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു ഇതിൽ ചേരാമെന്ന് അമേരിക്ക ഉത്തരവിട്ടിരുന്നു. അങ്ങനെ 40-ൽ പരം രാജ്യങ്ങളുടെ സഖ്യമാണ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. സർവനാശം വിതയ്ക്കാൻ കഴിയുന്ന മാരകായുധങ്ങൾ വികസിച്ചെടുക്കുന്നതിൽ നിന്നും ഇറാഖിനെ തടയണമെന്ന വ്യാജേനയായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തോടെ സംഹരിക്കാൻ പര്യാപ്തമായ എന്തെങ്കിലും ആയുധം ഇറാഖ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ലക്ഷണവും എത്ര തിരിഞ്ഞിട്ടും കണ്ടെത്താനായി കഴിഞ്ഞില്ല. ഈ ഒരു ആക്രമണം ദുരുദ്ദേശപൂർണമായിരുന്നു. ഇറാഖിന്റെ എണ്ണപ്പാടങ്ങൾ അമേരിക്കൻ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ഒരു പാവ ഗവൺമെന്റിനെ അവിടെ വാഴിക്കുകയുമായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. സദ്ദാം ഹുസൈൻ ഗവൺമെന്റിനെ പെട്ടെന്ന് തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെങ്കിലും ഇറാഖിനെ മെരുക്കിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഒളിപ്പോരാണ് അവിടെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇറാഖി യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് 3000-ൽ പരം സൈനികരെ നഷ്ടപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇറാഖിൽ 50,000 സിവിലിയന്മാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്കയുടെ സൈനികവും രാഷ്ട്രീയപരമായ പരാജയമായിരുന്നു ഇറാഖ് യുദ്ധം. ഇത്രയാണെന്ന് പറയാനുള്ളത്. താങ്ക് യു.